നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം ഒരു പോരാട്ടമാണോ? എന്നും രാവിലെ എഴുന്നേറ്റ് ഓടി നടന്ന് പണിയെടുത്തിട്ടും കയ്യിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് നിങ്ങൾ. പലപ്പോഴും രാത്രിയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്ന് ചിന്തിച്ച് ഉറക്കം വരാത്ത അവസ്ഥയുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് വെറും ഒരു വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു രഹസ്യമാണ്. കഠിനാധ്വാനം ചെയ്യാൻ നമ്മളാരും മടി കാണിക്കാറില്ല. പക്ഷെ എന്നിട്ടും എന്താണ് പലരും ദാരിദ്ര്യത്തിൽ തന്നെ തുടരുന്നത്? കാരണം കഠിനാധ്വാനം മാത്രം പോരാ, പണത്തെക്കുറിച്ച് ശരിയായ ഒരു ചിന്താഗതി കൂടി വേണം. പണം ഒരു ഭാരമല്ല, അത് ശക്തിയാണ്. അത് നേടിയെടുക്കാനും വളർത്താനും ഒരു പ്രത്യേക മാനസികാവസ്ഥ വേണം. അതിനെയാണ് നമ്മൾ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ഒന്നോർക്കുക, പണം നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ അതിനെ ആകർഷിക്കണം. നിങ്ങളുടെ മനസ്സ് പണത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ. എനിക്ക് പണം നേടാൻ അവകാശമുണ്ട്, എന്റെ കഠിനാധ്വാനവും കഴിവും കൊണ്ട് ഞാൻ സമ്പന്നനാകും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നത്. ഇത്രയൊക്കെ എനിക്ക് കഴിയുമെന്ന ചിന്ത മാറ്റിവെക്കൂ. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുടെ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കും. നിങ്ങളുടെ വിധി ഇനി നിങ്ങളുടെ കൈകളിലാണ്. അതിനെ പഴിചാരി സമയം കളയരുത്. ഇനിയെങ്കിലും തലയുയർത്തി ജീവിക്കാൻ തുടങ്ങും. രണ്ടാമത്തേതാണ് തെറ്റായ ധാരണകളെ മാറ്റുക. ചോദ്യങ്ങളിലൂടെ നിങ്ങളെ തന്നെ ചിന്തിപ്പിക്കുക. പണം എല്ലാ തിന്മകളുടെയും വേരാണെന്ന് ആരാണ് പറഞ്ഞത്? പണമല്ല, പണത്തോടുള്ള അത്യാഗ്രഹമാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറാൻ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ, പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കാൻ, ഇതിനെല്ലാം പണമല്ലേ വേണ്ടത്? പിന്നെ പണം എങ്ങനെ മോശമാകും? ഏതെങ്കിലും പണക്കാർ പണം തെറ്റാണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, പണം നേടാൻ കഴിയാത്തവരാണ് അങ്ങനെ പറയുന്നത്. പണം ഒരു നല്ല കാര്യമാണ്, അത് അത്യാവശ്യമാണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ മാത്രമേ പണം നേടാനുള്ള വഴികൾ തെളിയൂ. സ്വപ്നങ്ങൾ കാണുക, അതിനായി പ്രവർത്തിക്കുക. നെപ്പോളിയൻ ഹിൽ പറഞ്ഞതുപോലെ, മനുഷ്യ മനസ്സിന് എന്ത് സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നുവോ അത് നേടാനും കഴിയും. നിങ്ങളും സ്വപ്നം കാണുക. ഒരു സമ്പന്നനായി ജീവിക്കുന്നതായി ഭാവനയിൽ കാണുക. പണം എൻ്റെ അടുത്തേക്ക് ഒഴുകിയെത്തുന്നു, എനിക്ക് സമൃദ്ധിയുടെ വഴികൾ കാണാൻ കഴിയുന്നു എന്ന് എല്ലാ ദിവസവും രാവിലെ സ്വയം പറയുക. വെറും കഠിനാധ്വാനം കൊണ്ട് മാത്രം ആരും കോടീശ്വരനാകില്ല. നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിക്കാൻ പഠിക്കുക. മറ്റുള്ളവർക്ക് ജോലി നൽകുന്ന ഒരാളായി മാറുക. അതാണ് യഥാർത്ഥ വിജയം. പണത്തെ ബഹുമാനിക്കുക, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക. പണം തലയ്ക്ക് പിടിക്കരുത്, അത് നിങ്ങളുടെ അടിമയാകണം. നിങ്ങൾ പണത്തിന്റെ അടിമയാകരുത്. പണത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. അനാവശ്യമായി ചിലവാക്കാൻ ഒഴിവാക്കുക. സമ്പാദിക്കുന്നതിൽ ഒരു ഭാഗം തീർച്ചയായിട്ടും ലാഭിക്കുക, നിക്ഷേപിക്കുക. ഇന്ന് നിങ്ങൾ ലാഭിക്കുന്ന ചെറിയ തുക നാളെ വലിയൊരു സമ്പത്തായി മാറും. വാറൻ ബഫറ്റ് പറഞ്ഞത് ഓർക്കുക, ചിലവഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നീക്കിവെക്കരുത്, മറിച്ച് നീക്കിവെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചിലവഴിക്കുക. ഇതാണ് പണക്കാരനാകാനുള്ള ആദ്യപടി. അടുത്തതാണ് ശരിയായ കൂട്ടുകെട്ടും അറിവും. നിങ്ങൾ ആരുമായി സമയം ചിലവഴിക്കുന്നത് വളരെ വളരെ പ്രധാനമാണ്. നിങ്ങളെക്കാൾ ഉയർന്ന ചിന്താഗതിയുള്ള, വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടുക. അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണിച്ചാൽ നിങ്ങളുടെ ഭാവി എന്തായിരിക്കാം എന്ന് ഞാൻ പറയാം. പണത്തെക്കുറിച്ച് പഠിക്കാൻ മടിക്കരുത്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടുക. ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ, കർമ്മത്തിന്റെ വൈദഗ്ധ്യമാണ് യോഗം. സാമ്പത്തിക കാര്യങ്ങളിലെ വൈദഗ്ധ്യം ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. സുഹൃത്തുക്കളെ, സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല. നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈകളിലാണ്. ഇനിയെങ്കിലും ഉണരൂ, പ്രവർത്തിക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനിയും വൈകരുത്. ഇന്നത്തെ കഷ്ടപ്പാടുകൾ നാളത്തെ വിജയത്തിന്റെ ചവിട്ടുപടികളാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. Thank you for watching.